മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ കുറച്ച് കാലം മുമ്പ് തൊട്ടിങ്ങോട്ട് കുറേയധികം കുട്ടികൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്കൊക്കെ അറിയാം. അധികം പെട്ടെന്ന് നമുക്ക് കാരണം മനസ്സിലാവില്ല, പിന്നീടാണ് മനസ്സിലാവുക അവരെന്തോ ഓൺലൈൻ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓൺലൈനിൽ കൂടി നമ്മളൊരു ഗെയിം കൈകാര്യം ചെയ്താൽ പണം വെച്ചിട്ടാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടാം, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വന്ന് പണമാണ് പെട്ടെന്ന് ഇനി വേറൊരു വഴിയില്ല എന്ന് കാണുമ്പോൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അങ്ങനെയൊരു പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിമല്ല, പല ഗെയിമുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിമുകളെ നമ്മുടെ കേരളത്തിലെ നല്ല പ്രശസ്തരായ കുറച്ച് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടും. അതധികം യൂട്യൂബിലല്ല, ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലായിട്ടും ഇവർ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ടാൽ ഇവർക്ക് ലക്ഷങ്ങൾ ഇതിൻ്റെ ഓണർ ആ കമ്പനിയിൽ നിന്ന് കിട്ടും. ഈ പണം കിട്ടുമല്ലോ എന്നറിഞ്ഞിട്ട് ഇതിലേക്ക് ചെന്ന് ചാടുന്നത് ആരാന്നറിയോ? പൈസ ഉള്ളവനല്ല, ഇല്ലാത്തവനാ. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 3 കിട്ടും, അല്ല 4 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ പൈസ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇരട്ടിയായിട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ എടുത്തു ചാടും. അതോ ഇതിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഒരു വയനാടൻ ബ്ലോഗർ ഉണ്ടല്ലോ, ആള്. പിന്നെ മല്ലു ഫാമിലി എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സപ്പിൽ ഇതിനൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഗെയിം കളിക്കാം, എങ്ങനെ പണം നേടാം എന്നുള്ളതിനെ വെച്ചിട്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ചിലപ്പോൾ പൈസ വെച്ചിട്ടായിരിക്കാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത്ര രൂപ ഈ ഗ്രൂപ്പിൽ അംഗമാകാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ വകയിലും പൈസയായി. അങ്ങനെ അവർ നല്ല സ്പോട്ട് നോക്കി സ്ഥലം വാങ്ങി ആഡംബര വീട് വെച്ചു. അതുപോലെ തന്നെ ഏറ്റവും വിലയേറിയ കാറുകൾ, വണ്ടികൾ. വയനാടിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ ഇപ്പോൾ, വയനാട് എന്നൊക്കെ പേരൊക്കെ വെച്ചിട്ട്. ഇപ്പം അവർ ടൂറിസ്റ്റുകളെ അവരായിട്ട് തന്നെ ഇത്ര ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് നടക്കുക. പിന്നെ കാറൊക്കെ കാണാൻ കണ്ണ് തള്ളിപ്പോവും. അങ്ങനെ ഇവരിങ്ങനെ അടിക്കിങ്ങനെ മെച്ചപ്പെട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും വിചാരിച്ചേ, യൂട്യൂബിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ എത്ര പെട്ടെന്ന് പെട്ടെന്ന് കയറി പോകുന്നു. അപ്പോഴല്ലേ ഇവർ മനസ്സിലായത് ഇതാണ് സംഭവം. ഇത് യൂട്യൂബിൽ കൂടിയല്ല ഇവരധികം കൈകാര്യം ചെയ്യുന്നത്. കാരണം യൂട്യൂബ് ഇതിനെയൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പം ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് പോന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? നമ്മുടെ കേരള പോലീസ് ഇടപെട്ടിട്ട് ഇവരുടെ അക്കൗണ്ട് അങ്ങോട്ട് ബാൻ ചെയ്തു. ആ അക്കൗണ്ടിന് ഇല്ല. പക്ഷെ അവർ ചാനലിലൊക്കെ വന്നിട്ട് പറയുന്നത് 1 ആഴ്ച 2 ആഴ്ച അതിനുള്ളിൽ ഞങ്ങൾക്ക് ആ അക്കൗണ്ട് തിരിച്ചു കിട്ടും എന്നൊക്കെയാണ്. വെറുതെ ഒരു അതിമോഹം മാത്രം. അത് ആ അക്കൗണ്ടിന് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അവർക്ക് ഒന്നിലധികം അക്കൗണ്ടുകളുണ്ട്. പക്ഷെ ഈ സംഭവം മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള അക്കൗണ്ട് അതാണ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പാവങ്ങളായിട്ടുള്ള ആളുകളെ ചതിച്ച് അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. അവർ പ്രൊമോഷൻ വീഡിയോ ഇട്ടു, ഇത്ര കിട്ടി, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിച്ച് വീഡിയോ ഇടും. കമ്പനി അവർക്കുള്ള പേയ്മെൻറ്റ് തുക അങ്ങോട്ട് കൊടുക്കും, ലക്ഷങ്ങൾ. എന്നിട്ട് ഇതിൽ പെട്ടുപോകുന്നവരാണെന്നറിയാമോ? അത്താഴപ്പട്ടിണിക്കാർ, സാധാരണക്കാരായ ജനങ്ങൾ. വല്ല പൈസയ്ക്കും ഗതി കിട്ടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് 5 പൈസ എങ്ങനെ ഉണ്ടാവും ഒരുപാട് അധ്വാനിക്കാതെ.
അങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കെണിയിൽ പെട്ടുപോകുന്നത്. അപ്പോൾ കുറേ ആളുകൾ ഇതിനെതിരായിട്ട് ഇങ്ങനെ രംഗത്ത് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരള പോലീസ് ഇടപെട്ടു, കട്ട് ചെയ്തു. അതിലധികം സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. ഞാനും അതിലൊരാളാണ്. കാരണം പാവങ്ങളെ ചതിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കിയിട്ടേ അത് നിലനിൽക്കില്ല. അപ്പോൾ ഇനിയും ഈ തെറ്റ് ആരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. അങ്ങനെയും ഒരു മനസമാധാനത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നമുക്ക് നാളെ കാണാം.